പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ വർഗീയ വോട്ട് വിവാദം ശക്തമാക്കി CPIM. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട് കണ്ടതെന്ന് AK ബാലൻ. RSSൽ നിന്നും വിട പറയാതെയാണ് ഒരു നേതാവ് പ്രവർത്തിച്ചത്. RSSും UDFും തമ്മിലുള്ള പാലമാണ് സന്ദീപ് വാര്യർ. രണ്ടാം സ്ഥാനത്തുള്ള BJPയുമായുള്ള വോട്ട് വ്യത്യാസം കുറഞ്ഞത് അത്ഭുതകരമായ മാറ്റമെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് മുരളി തൃശ്ശൂരിൽ തോറ്റതും പാലക്കാട് മത്സരിക്കണമെന്ന പാലക്കാട് DCCയുടെ ശുപാർശ കത്ത് AICC അംഗീകരിക്കാതിരുന്നു. ആ ഡീലിൻ്റെ തുടർച്ചയാണ് പാലക്കാട് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് RSSന്റെ ഒരു പ്രവർത്തകൻ, നേതാവ് UDFൽ നിന്നുകൊണ്ട് RSSൽ നിന്ന് വിട പറയാതെ പ്രവർത്തിച്ചത്. ഇത് RSSന്റെ ഒരു വിഭാഗവും UDFും തമ്മിലുള്ള പാലത്തിൻ്റെ ഒരാളാണ് സന്ദീപ് വാര്യർ. BJP ഫാസിസ്റ്റ് ഭരണമാണ് നടത്തുന്നതെന്ന രാഷ്ട്രീയ ധാരണ രൂപപ്പെട്ടെന്ന EP ജയരാജൻ. ജമാഅത്തെ ഇസ്ലാമി, SDP എല്ലാം UDFിനൊപ്പമാണ്. എല്ലാ വർഗീയ ശക്തികളെയും ഉപയോഗപ്പെടുത്തി വോട്ട് നേടുന്നത് കരുത്തല്ല, ദുർബലതയാണെന്നും EP ജയരാജൻ പറഞ്ഞു. എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചു. മതനിരപേക്ഷതയുടെ കേരളത്തിൻ്റെ മുഖത്തെ വികൃതമാക്കി. ആ വികൃത മുഖത്തിൽ നിന്ന് വർഗീയതയെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടിയത് കരുത്തല്ല, ദുർബലതയാണ്. അതിനെയാണ് രാജ്യത്തിലെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ പ്രീണന നയം, അത് ന്യൂനപക്ഷ വർഗീയതയാകട്ടെ ഭൂരിപക്ഷ വർഗീയതയാകട്ടെ, ഈ വർഗീയതയെ ചെറുത്ത് മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുക എന്ന മഹത്തായ നയത്തെ ദുർബലപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF ചെയ്തിട്ടുള്ളത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് വോട്ട് നേടി വർഗീയതയെ ഇളക്കിവിടുന്ന, രാജ്യത്തെ ശിഥിലീകരിക്കുന്ന UDFന്റെ നയങ്ങൾക്കെതിരായി കൂടുതൽ ജനങ്ങൾ ചിന്തിക്കും, പ്രവർത്തിക്കും. അതാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയം നൽകുന്നത്. പാലക്കാട് ജയിപ്പിച്ചത് വർഗീയ വോട്ടെന്ന ഇടത് ആരോപണം തള്ളി VD സതീശൻ. CPIM വർഗീയതയെ കൂട്ടുപിടിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി പിണറായിക്ക് ആത്മബന്ധമുണ്ട്. BJPയിലേക്ക് പോയ വോട്ടുകൾ UDF തിരിച്ചുപിടിച്ചു. ജനങ്ങളെ അപമാനിക്കുന്നതാണ് CPIMന്റെ പ്രതികരണമെന്നും VD സതീശൻ പറഞ്ഞു. BJPക്ക് വോട്ട് പറഞ്ഞതിന് CPIMന് എന്തിനാണ് ഇത്ര സങ്കടം? 50,000 വോട്ട് 2021 ഈ ശ്രീധരൻ പിടിച്ച വോട്ട് 39,000 ആയി അല്ലേ? അപ്പോൾ BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് BJPക്കാരോട് ചോദിക്കാനുള്ള, അന്ന് SDP-കാരുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരന് കിട്ടിയത്? ഇവിടെ BJPയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് ഈ ശ്രീധരൻ പിടിച്ചു. ആ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു. നമുക്ക് കിട്ടി, അത് കിട്ടി. അതെങ്ങനെയാണ് SDP-യുടെ വോട്ടാവുന്നത്? 18,874 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ജനങ്ങളെ അവഹേളിക്കുകയാണ്, ജനങ്ങളെ അപമാനിക്കുകയാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, തെരഞ്ഞെടുപ്പിന് ശേഷം വിവാദം മുറുകുകയാണ്. വർഗീയ വോട്ടാണ് ഇപ്പോൾ വിഷയം. എന്താണ് വിശദാംശം? ഗൗതം, ഇതിൽ UDF നേടിയിട്ടുള്ള ഭൂരിപക്ഷമാണ് വലിയ വിമർശനവുമായി CPM രംഗത്ത് വരാനുള്ള കാരണം. അവർ പറയുന്നത് SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് നേടിയത് കൊണ്ടാണ് ഇത്രയധികം ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ RSSന്റെ വോട്ടും UDF നേടി എന്നുള്ളതാണ്. എല്ലാ വർഗീയ പാർട്ടികളുമായി, വർഗീയ ശക്തികളുമായി ഒരുമിച്ച് നിന്നതിന്റെ
ഫലമാണ് രാഹുലിന്റെ ഈ വലിയ ഭൂരിപക്ഷം എന്ന വിമർശനമാണ് ഇവിടെ CPIM മുന്നോട്ട് വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് SDPI പ്രവർത്തകർ പ്രകടനം നടത്തിയത്, അതായത് UDF പ്രകടനം നടത്തുന്നതിന് മുമ്പ് തന്നെ SDPI വിക്ടോറിയ കോളേജിന് മുമ്പിൽ പ്രകടനം നടത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഇന്നലെ തന്നെ വിമർശനം ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കൂടുതൽ നേതാക്കൾ കടുത്ത പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭൂരിപക്ഷം CPIM പ്രതീക്ഷിച്ചിരുന്നില്ല. രാഹുൽ വിജയിക്കുമെന്ന് കണക്കൂട്ടലുണ്ടെങ്കിൽ പോലും ഇത്രയധികം ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ വരുമെന്ന് കരുതിയതല്ല. അതുകൊണ്ടുകൂടിയാണ് എന്തുകൊണ്ട് ഈ ഭൂരിപക്ഷം എന്ന വിലയിരുത്തലിലേക്ക് വരുമ്പോൾ CPM ഇത്തരമൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നത്. പ്രസാദ്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ വിമർശനം ഉയരുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ VD സതീശൻ ഇത് തള്ളിക്കളയുന്നുണ്ട്. BJPക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഈ വിവാദത്തെ കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത്? VD സതീശന്റെ നിലപാടിൽ തന്നെയായിരിക്കുമോ അത് മുന്നോട്ട് പോകുക? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്നത് മണ്ഡലത്തിനകത്ത് പൊതുവെ സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. അത് UDF അനുകൂലമായി വോട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെതല്ല, എല്ലാ വിഭാഗവും UDF അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിനെ വർഗീയതയുടെ കോളത്തിനുള്ളിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ, UDF നേതാക്കൾ എല്ലാം തന്നെ പറയുന്നത്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. UDF എല്ലാ ഭാഗത്തു നിന്നും വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് പാലക്കാടിന്റെ വെസ്റ്റും നോർത്തും സൗത്തും ഈസ്റ്റും, അതായത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പാലക്കാട് വെസ്റ്റും നോർത്തും എന്ന് പറയുന്നത് BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ നിന്നും വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗത്തും ഈസ്റ്റും എന്ന് പറയുന്നത് UDF സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ്. അവിടെ നിന്നും വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും UDF അനുകൂലമായി വോട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിന്റെയോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന്റെയോ ഭാഗമായിട്ടുള്ളതല്ല. അത് UDF ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ വോട്ടുകളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടിയിട്ടുള്ള കൂടുതൽ വോട്ടുകളാണ് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അല്ലാതെ ഏതെങ്കിലും കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഉണ്ടായതല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ശരി, വിശദാംശങ്ങൾ പങ്കുവച്ചത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്.